വഹീസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണിത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ്, റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് ടൈമൊന്നും ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കുറച്ചായിട്ട് ഈ മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒന്നിച്ച് തന്നെ മൈദ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യരുത്. കുറച്ചായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം മൈദ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മുഴുവൻ മൈദയും ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മിൽക്കാണ് ടോട്ടൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനം ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് കപ്പ് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഈ കപ്പിൻ്റെ ഫുൾ ഫില്ല് ചെയ്യരുത്, ഹാഫ് പോർഷൻ മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണിത്. അതിലേക്ക് 15 to 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ ബേക്ക് ചെയ്തെടുത്ത കപ്പ് കേക്കാണിത്. ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.